കാശ്മീരിന്റെ ഈ പ്രഭാതം പറയുന്നത് ഒന്ന് മാത്രം. ഓരോ സൂര്യോദയവും ഒരു യാത്രയുടെ തുടക്കമാണ്. തണുപ്പ്, മഞ്ഞ്, മലകൾ ഇതെല്ലാം നമ്മുടെ കൂട്ടുകാരാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാഹുലും നമ്മുടെ സഞ്ജയ് കുട്ടനുണ്ട്. ഗുഡ് മോർണിംഗ്. ഇവിടെ എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ട്. തണുത്തിട്ട് ഇതാരത്? ഇതാ ഉണ്ണിക്കുട്ടൻ. ഉണ്ണിഗണപതി. തണുപ്പ് എങ്ങനെയുണ്ട്? തണവ് എങ്ങനെയുണ്ട്? തൃശ്ശൂരിൽ തണവ്, കുന്നംകുളത്ത് തണവെന്നാണോ ഗൈസ് പറയുന്നത് തണുപ്പിനെ? ഇവന്റെ ഇവനാണ് നമ്മുടെ പുതിയ ആള്. ഇവന്റെ പേര് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരാണ്. ഹുഹൂബി എന്നാണ് പേര്. ഹുഹൂബി. ആരെങ്കിലും എവിടെയെങ്കിലും അങ്ങനത്തെ പേര് കണ്ടിട്ടുണ്ടെങ്കിൽ പറയും. ഹുഹൂബി. അതെ, ലൈലല്ലേ? ഋതിക്കാണ്. അതെ. നമ്മുടെ രാഹുൽ കുട്ടൻ രണ്ടു വാക്ക് പറയും തണുപ്പിനെ പറ്റി. നോക്ക്, ബാക്കിൽ നല്ല അടിപൊളി സൺറൈസ് ഇല്ലേ? സൺറൈസ് ഉണ്ട്. തണുപ്പ് കൊണ്ട് വെള്ളം ഒരു തുള്ളി മുഖത്ത് പോലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ്. ലാസ്റ്റ് വേപ്പർ പേപ്പർ വെച്ചുകൊണ്ട് തുടയ്ക്കേണ്ട വന്നു. ഇനി അടുത്തത് എന്തൊക്കെ ആവാൻ പോണെന്നുള്ളത് അറിയില്ല ഗൈസ്. കാല് കൊളുത്ത് വെച്ചിട്ട് നടക്കാൻ വയ്യ ഗൈസ്. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഞങ്ങൾ എന്തായാലും എത്തുന്നതായിരിക്കും. ചായ കിട്ടി ഗൈസ്. ആദ്യം അത് നോക്കട്ടെ. നമ്മളെവിടെ പോണം? ഇതാണ് നമ്മൾ പോകുന്നത്. ചായ. അപ്പൊ നമ്മള് ശ്രീനഗർ ഒന്ന് ചുറ്റിക്കാണാന്ന് വെച്ചു. സമയം ഇപ്പൊ 7:45. നമ്മൾ ശ്രീനഗറൊക്കെ ചുറ്റിക്കാണായിട്ട് വരാം. കാശ്മീരിന്റെ ഓരോ മുക്കിലും മൂലയിലും ആർമിക്കാരുണ്ട് കേട്ടോ. പക്ഷെ കാശ്മീർ വളരെ ശാന്തമാണ്, നല്ല ഭംഗിയുള്ള പ്രദേശമാണ്. ഇവിടെ ഉള്ളവരൊക്കെ നല്ല സ്നേഹമുള്ളവരാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ആയത്. പതിയെ നമ്മൾ ചെന്നെത്തിയത് ദാൽ ലേക്കിലാണ്. ദാൽ ലേക്ക് കാശ്മീരിന്റെ ഹൃദയം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയ ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ ഇവിടുന്ന് ഗൈസ് ദാലിലേക്ക് എത്തി. ദാലിലേക്കില്ലേ തൊപ്പി വാങ്ങാനുള്ള തത്രപ്പാടില്ലായിരുന്നു പുള്ളിക്കാരൻ. ഗ്ലൗ വേണോടാ? मेरे पास नहीं है भाई, आप दे दो. ഇവിടെ ഗ്ലൗ ഇല്ലാതെ നടക്കില്ല കൈ. പിന്നെ നിനക്ക് എത്ര രൂപ കിട്ടി? मेरे पास പൈസ ഹാൻഡില് अभी ये नहीं सर. चलो 200 रुपए. चलो 200 करो. हाँ पर किस्मत है. करो चलो बेटा इसमें आ जाओ. करो 100 रुपए है. ये लगेगा इसमें आके काम आएगा. करो काम की चीज. 100 रुपए. चलो करो. ഒരു 100 രൂപ भैया एक और दो. नॉर्मल എന്റെ ഹെൽമെറ്റ് ഇട്ടോ? എന്റെ ഹെൽമെറ്റ് ഒരു കണ്ണു വേണം. രാഹുലിനെ നോക്കൂ ഗൈസ്. എംജിആറിന്റെ സഹോദരൻ മിംജിആർ പോലെയുണ്ട്. ഹലോ ഗൈസ്, സീനാണ് ഗൈസ്. ഇത് ഇട്ട് നോക്കട്ടെ. എനിക്ക് തണുത്തിട്ട് പോയി. അത് പിടി. ഇതൊക്കെ ഇട്ടിട്ട് എങ്ങനെ ഉണ്ടാവുമോ? ഇതെങ്ങനെ ഉണ്ടോ ഇടുന്നത്? ഇതെങ്ങനെ ഇടുന്നത്? എങ്ങനെയെങ്കിലും കിട്ടോ? ഇല്ല, ഞാൻ കൊടുത്തില്ല. ഒരു 100 കൊടുത്തു. മറ്റേ ടച്ചബിൾ ആണ്. ഓ ഉച്ചബിള് 100 രൂപയ്ക്കില്ലേ? 100 രൂപ. കൈ നല്ല തരിക്കുണ്ട്. ഉച്ചബിളത്
നീ എന്താ ആർമി? ഇതെന്താ ഉള്ളിക്കാലത്ത് അതങ്ങനെ കയറുള്ളൂ. ഓൺലി യൂണിവേഴ്സൽ ഫിറ്റിംഗ്സ്. ബൈ. യൂണിവേഴ്സിലേ ഉള്ളൂ, സൈസിലൊന്നും അവരുണ്ടാക്കില്ല. വൻപാജി ചലേ. ഏയ് ഇർഫാൻ എടുക്കണ്ടേ? അടുത്ത ആളും വായോ വായോ പോവാ, ഫ്രിഡ്ജ് മാഗ്നറ്റ് ആവും. വായോ നമുക്ക് പിന്നെ വാങ്ങാൻ നോക്കി വന്നേ. കമാൻ കമാൻ ലെറ്റ്സ് ഗോ. ഇവിടെ ഉണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ പറ്റും കേട്ടോ. കരയോ? ശിക്കാര. അപ്പോൾ നമ്മൾ ദാൽ ലേക്കിൽ ശിക്കാരയിൽ ട്രാവൽ ചെയ്യാൻ പോവാണ്. രാഹുൽ കയറുന്നുണ്ട്. എങ്ങനെ കയറുന്നുണ്ട് നോക്കട്ടെ. തൊഴിലാളി ബാക്കിൽ ആരാ തൊഴയണത്? You take off your shoes and go behind the seat. Take off your shoes. ടേക്ക് ഓഫ്. शूज उतार के पीछे जाओ, सीट के साथ आ जाओ इधर से चलो आ जाओ. खिलेगा नहीं ना? नहीं चलो. तू पे कभी नहीं. പൊളി പൊളി പൊളി. ഞാനും അതിന്റെ അടി പറ്റേ. ഇത് പിടിക്കോ? തടിയും പിടിയൊന്നുമില്ല. അങ്ങോട്ട് പോട രാഹുല്. ചേർത്തിരിക്കണം എന്നാലേ അയ്യോ ആ കട്ടണൊക്കെ എങ്ങനെ ആക്കി നമുക്ക് കാഴ്ചകൾ കിട്ടട്ടെ. അയ്യോ ഗൈസ് രാവിലെ ഇത്തിരി അങ്ങോട്ട് പോട്ടോ. നിക്കടാ ഒന്ന്. ഹെൽമെറ്റ് ഒക്കെ എടുത്തില്ലേ? ഇതിന് എത്ര രൂപയോ? 100 രൂപ ഒരു മണിക്കൂർ. बार्गेन ചെയ്തതാ. അല്ല ആക്ച്വലി അത്ര ഇല്ല. എന്താടാ പാവങ്ങളാ, ഒരു മണിക്കൂർ ഇരുന്ന് തുഴയണ്ടേ? അതുകൊണ്ടല്ലേ ഒരു മണിക്കൂർ ഇരുന്ന് ഒരു തുഴയണ്ടേ? മണിക്കൂർ അറിയാം. ഇവർക്ക് എത്ര ആൾക്കാർ കിട്ടുമോ ഒരു ദിവസം? എന്താ ഒരു മണിക്കൂറിൽ ഇപ്പൊ എത്ര? 8 മണിക്കൂർ 700 രൂപ. 500 രൂപ കിട്ടും ഒരു മണിക്കൂർ. ഇതൊക്കെ ഒരാളെ ഒരാള് 100? അതൊന്നും വേണ്ട. ഞാൻ ഒരു റൈഡ് 100. അങ്ങനല്ല 500. ചലോ ചലോ ചലോ. അങ്ങനെ നമ്മള് ശിക്കാരയിലെ അറിയുന്നവരുണ്ടല്ലോ അല്ലേ? എനിക്കറിയാം. അങ്ങനെ നമ്മുടെ ശിക്കാര ആടിയും ഉലഞ്ഞും പതിയെ മുന്നോട്ട് പോയി. മുന്നോട്ട് പോകുന്ന കൂട്ടത്തിൽ തന്നെ ചെറുകിട കച്ചവടക്കാർ നമ്മളെ വന്ന് പൊതിയും കേട്ടോ. അതിൽ അത്യാവശ്യം മലയാളം സംസാരിക്കുന്ന ഒരു കാശ്മീരിയെ വരെ ഞങ്ങൾ കണ്ടു. എത്ര? 2000? എനിക്ക് വേണ്ട. ഐ ഡോണ്ട് ഹാവ് എനി വൈഫ് ഓർ ലവർ. ഇവിടെ നിർത്താ മതിയടാ ചേർത്താട്ടാ. ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഇവിടെ വ്യൂ കിട്ടില്ലേ? പക്ഷേ ഇതിൽ കാണുമ്പോ 150. 100 നമ്മളെ എന്ത്? ഓ ഷൂട്ട് കേസിൽ പൈസ ആയിരുന്നില്ലേ? ഇവിടെ വന്നാ 100 രൂപയ്ക്ക് ഇതേ ഇങ്ങനത്തെ സാധനം കിട്ടും. 100 രൂപ. പൈസ എടുത്തില്ലല്ലോ. രാഹുലെ നമുക്ക് എടുത്താലോ? ചെറുതെടുക്കടാ. നമ്മുടെ അടുത്ത് അത്രക്കുള്ള കഴിവൊന്നുമില്ല. ഇതൊന്നും വേണ്ട. എല്ലാരും തൊപ്പിട്ടിരിക്കണം. 3 കൂടി വീഡിയോ എടുത്താ ചിക്കൻ എടുക്കണ്ടോ? വീഡിയോ എടുക്കടാ. സംഭവം നൈസായിട്ടുണ്ട്. എന്നാലും അതെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എടുത്താ കൊട്ടാ. വീഡിയോ എടുക്കടാ. കുങ്കുമപ്പൂ, കശ്മീരി കുങ്കുമപ്പൂ ചായ. നീ വീഡിയോ എടുത്താ? കാവ പറഞ്ഞെന്താണ്? കാവ പറഞ്ഞ നമ്മള് കോഫി ബി ഹോട്ട് ചോക്ലേറ്റ് നമ്മളെ ചായ പോലെ തന്നെ അതിൽ ഈ റോസിന്റെ മറ്റേ ഇതൊക്കെ ഉണ്ടാവും. 100 രൂപ. കാവ സൂപ്പർ ഉണ്ട്. അന്ന് ചായ വാങ്ങും. കാവ സൂപ്പറാണ്. കാവ 50 and coffee 50. Hot chocolate 150, 100.
ഒരു കവ 1-2 കവ വാങ്ങിക്കും എന്നിട്ട് എല്ലാവരും കുടിക്കാം. ശരി 2 മേടിക്കാം അല്ലേ? 50 वाला 100 वाला कौन सा खिलाओ? 50 वाला 50 वाला हाँ 100 वाला क्यों? एक दो എന്താണ് ചേർത്താട്ടത്? दो बस दो का നടക്കാൻ आप तो 85 बोला. സൂപ്പർ ഉണ്ടല്ലോ. നല്ല വീഡിയോ എടുക്കാൻ പറഞ്ഞു. അടിപൊളിയായിട്ട് വീഡിയോ എടുക്കടാ. നല്ല വീഡിയോ എടുക്കണം. अब एक काम करो 200 रुपए दे दो 5 ले लो. എടാ അത് ആ സാധനം എന്താ, ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ. ക്യാമറ തട്ടി താഴെ ഇടല്ലേ. ഇതൊക്കെ 200 രൂപയ്ക്ക് 5 കവ കാണും. ആ കാണുന്നതൊക്കെ റിസോർട്ടുകളും ഓരോ ബോട്ട് ഹൗസുകളും ആണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ആലപ്പുഴയാണ് ഫസ്റ്റ് ഓർമ്മ വന്നത്. അങ്ങനെ ഫാമിലി ആയിട്ടോ കപ്പലായിട്ടോ വരുന്നവർക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ദാൽ ലേക്കിൻ്റെ അവിടെ ഈ കാണുന്ന റിസോർട്ടുകളും ബോട്ട് ഹൗസുകളും ഒക്കെ എടുക്കാൻ പറ്റും. അതിനു മുന്നേ നന്നായി ബാർഗെയിൻ ചെയ്യുക. നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ പുറത്തത്തെ കാഴ്ചകളെല്ലാം എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ചേട്ടൻ നല്ല അസൽ, അത് നമ്മുടെ കാശ്മീരി കാവ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ചായ പോലത്തെ ഒരു ഐറ്റമാണ് കേട്ടോ. ചായ തന്നെയാണ്, ചായയിൽ എന്തൊക്കെയോ വേറെ ബദാമും കുങ്കുമപ്പൂ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സാധനം. അതൊക്കെ എടുത്ത് മാറ്റി വെക്കി. ഇതിന്റെ പേരെന്താണ്? ഇതാണ് കാശ്മീരി കാവ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബ്ലാക്ക് ടീ അല്ലെങ്കിൽ ചായ എന്നൊക്കെ വേണേൽ പറയാം. എത്ര രൂപ കൊടുത്തു? 200 ട്ടാ. 200 കൊടുത്തു. पैकेट में आपको चूज कर लो, ये क्वालिटी लेना, ये लेना, കുങ്കുമപ്പൂ കൊണ്ട് റോസ് ഫ്രൂട്ട് തന്നടാ. ये कोई ഹലോ കാമ പറ്റിച്ചു കൈസ നമ്മളെ. मेरे को चाहिए नहीं चाहिए. कितने लेना कितने? यही है मैं रेड वाला बंद मैं मैरिड नहीं हूँ. मजाक कर मिल जाएगा. ना 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 दादा, ये वाडिया का मजाक नहीं कर रहा हूँ, हम बोल रहा हूँ बस, आपको नहीं कर रहा हूँ. മത്സരം നമ്മള് ഇങ്ങനെ എന്താണ്ടാ ഇത് എന്താണ്ടാ ശിക്കാരെ പോകുമ്പോഴത്തേക്കുണ്ടോ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കച്ചവടക്കാര് നമ്മളിങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്നത്. എവിടത്തെ ഉണ്ട് കേട്ടോ. നമ്മുടെ രാഹുല് കമ്മലും വളയും വാങ്ങുന്നു. ഫ്രണ്ടില് ബാക്കില് കമ്മലും വളയും കുങ്കുമം. ये कितना भाई? 1 ग्राम 1 ग्राम कितना? 1 ग्राम मिलेगा सर जी 180. स्मेल I am a village man. If you buy in shop there is 300 rupees. അതിന് കുങ്കുമപ്പൂവിന്റെ മണം അങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ. कुंकुमपू is famous in Kashmir. वो तो पता है. हम इसका ग्रो करता है. हम इसका ग्रो करता है. അയ്യോ 100 rupees 50 50. Brother, see. Only one piece I show here. कड़ा पैसे वो वाला दे दो. 50 में देंगे. Sir ji. See. कश्मीर ब्रो ब्रदर. ഇത് കുങ്കുമപ്പൂവാണെന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നു. केरला कश्मीर संभाजी मेरे को सर 50 रुपीस टी-शर्ट. है ना? मलयालम कैसे सीख लिया? मलयालम कुछ आता है. अच्छा कुछ आता है. तो ज्यादा मलयाली आते हैं इधर कश्मीर में. हाँ Malayalam is coming lot of Malayalam. अच्छा ठीक है. नहीं अभी तो ये नहीं चाहिए, यूज नहीं है. Kalamadma very good thing for gym power. जिम तो जाते नहीं हम. करेगा ना फिर जिम भी आप. Kyle. Some more this कुंगुमपू. कुंगुमपू ले लिया हम, जो भैया ने दे दिया. Take some more. I'll make you good price. नहीं प्राइस मत बताना प्लीज. आप कम बोल दिया तो ये हो जाएगा. फिर कौन सा किसान लोग है किसान. जो है ना किसान. हाँ കർഷകൻ കുങ്കുമപ്പൂവിന്റെ കിസാൻ. If you like lot, I'll give 1 gram 100 rupees. 10 gram 1 gram 100 രൂപ.
എന്താ പറഞ്ഞു 1 ഗ്രാം 100 രൂപയെ? 1 gram പിന്നെ ഫ്രീ എന്താ പറഞ്ഞു? 5 gram 1 gram free. 5 ഗ്രാമിന് 1 ഗ്രാം 5 gram 1 gram free. 10 gram 2 gram. കേരള പാലക്കാട്. തൃശ്ശൂര്. ഓ എവിടെയോ നമുക്ക് മലയാളത്തിൽ കണ്ട വേറെ. ഈ ഒരു ഷിക്കാര യാത്ര കാശ്മീരിനെ തൊട്ടറിയുന്ന ഒന്ന് തന്നെയായിരുന്നു. വളരെ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി. നിങ്ങളും പോകുന്ന സമയത്ത് ഈ ഷിക്കാര ഒന്ന് ട്രൈ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്യുന്നതാണ്, നിങ്ങളും മറക്കരുത് കേട്ടോ. ഒരുപാട് ചെറുകിട കച്ചവടക്കാർ നമ്മളെ ഒന്ന് പൊതിയും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നോക്കി ബാർഗെയിൻ ചെയ്ത് വാങ്ങാൻ ശ്രമിക്കണേ. നമ്മൾ കേറിയ സ്ഥലം കഴിഞ്ഞില്ല, 1 മണിക്കൂർ കഴിഞ്ഞില്ലേ? അങ്ങനെ ഷിക്കാര യാത്ര കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. കാശ്മീരിൽ പ്രത്യേകിച്ച് വിന്റർ സീസണിൽ മാത്രം കിട്ടുവരുന്ന ഹലീസ എന്നൊരു ഫുഡ് കഴിക്കാൻ. മട്ടനെ കൊണ്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ. അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയത്. ഹലീസ പറഞ്ഞ ഫുഡ് കിട്ടുന്ന ഫേമസ് ആയിട്ടുള്ള ഇതാണ് ഹലീസ ഉണ്ടാക്കുന്ന രീതിയും ഹലീസയും കേട്ടോ. ഇതാണ് സാധനം. മട്ടൺ കൊണ്ടാണ് ഇത് നിർമ്മിക്കുന്നത്. വിന്റർ സീസണിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. कितना साल से बनाते हो ये? कितना साल से बनाते हो आप? 100 साल? 100 साल का फूड है ये? मतलब 100 साल से? अच्छा अच्छा अच्छा। आप कितने से एक्सपीरियंस हो इसमें? 2 साल। ठीक है, थैंक यू। തിന്നടാ ഗൈസ്, ഇത് മട്ടനാണ്. മട്ടൺ കൊണ്ടുള്ള എന്താ അത്? ഹലീം. മട്ടൺ മുട്ടി, കാശ്മീരി സ്പെഷ്യൽ. അങ്ങനെ ഫുഡും കഴിച്ച് കാശ്മീരിലെ ഇനിയൊരു ഫേമസ് ആയ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതിനിടയിൽ കണ്ടതാണ് ഈ ആർമി കോൺവോയ്കൾ. ഇത് കാശ്മീരിൽ കോമൺ ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ഉള്ള ആൾക്കാർക്കൊന്നും ഇതൊരു പ്രശ്നമല്ല, വിഷയമല്ല. പക്ഷെ നമുക്കൊരു കൗതുകം പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇനി പോകാൻ പോകുന്നത് കാശ്മീരിലെ ലാൽ ചൗക്കിലേക്കാണ്. ലാൽ ചൗക്കിന്റെ ഇരു സൈഡിലല്ല, ഒരു സൈഡിൽ നിറയെ കച്ചവടക്കാരുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ലാൽ ചൗക്ക് പണ്ട് പാകിസ്ഥാന്റെ കൊടി മാത്രം പൊങ്ങിയിരുന്ന അതേ ലാൽ ചൗക്കിലെ ക്ലോക്ക് ടവർ ഇപ്പോൾ അത് കാണാൻ വളരെ ഭംഗിയുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ പതാകയാണ് അവിടെ പാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അങ്ങനെ പാകിസ്ഥാന്റെ പതാകയൊന്നും അങ്ങനെ വലിച്ചു കയറി കെട്ടാറൊന്നും ഇവിടെ ആളില്ല, അങ്ങനെ കെട്ടാറുമില്ല. അങ്ങനെ ലാൽ ചൗക്കും കണ്ട് നമ്മൾ നേരെ റൂമിലോട്ടാണ് പോയത് കേട്ടോ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ശ്രീനഗറിൽ കറങ്ങാൻ വേണ്ടി മാത്രം അങ്ങനെ ഒരു സ്ഥലങ്ങളില്ല. ഇനിയൊക്കെ ഔട്ടറിലോട്ട് പോകണം. സോ അതിനുള്ള സമയമില്ല. പിന്നെ വണ്ടികളൊക്കെ ഒന്ന് ചെയിൻ ലൂപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് നിർത്താനുണ്ട്. എന്താണെന്നറിയാലോ നിങ്ങൾക്ക്. നമ്മൾ നാളെ കാർഗിൽ കയറും. കാർഗിലിൽ നിന്ന് നേരെ ലേ കയറും. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നിർത്താനുണ്ട്. വന്ന വഴികൾ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ മനസ്സിലാവും. അത്രയും പൊടിയും ചെളിയും ഒക്കെ നിറഞ്ഞൊരു വഴികളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചെയിൻ ക്ലീൻ ചെയ്യണം. അങ്ങനെ നമ്മൾ റൂമെത്തി. അപ്പോൾ സഞ്ജയ് ഇവിടെ അവൻ്റെ റൈഡിങ് ജാക്കറ്റൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്ന തിരക്കിലായിരുന്നു. രാഹുൽ വന്നതും കയറി കിടന്നു. അപ്പോൾ 900-നാണ് ഈ റൂം നമുക്ക് കിട്ടിയിരിക്കുന്നത്. 3 പേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു റൂം. വലിയ റൂമാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.